റെയിൽവേ അവരുടെ മാലിന്യ സംസ്കരണം നടത്തേണ്ടത്. അത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശപ്രകാരം 2 തരത്തിലുള്ള വേസ്റ്റാണ്. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, പലതരത്തിലുള്ള മാലിന്യം. അതിനു പുറമെ ഓടി വരുന്ന ട്രെയിൻ, ആ ട്രെയിനിൽ നിന്ന് ശേഖരിക്കുന്ന വേസ്റ്റ്. ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിനെ എങ്ങനെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളെ ആസ്പദമാക്കിയാണ് അതിൻ്റെ ആ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അതിനൊരു മെക്കാനിസം ഉണ്ടായിട്ടുള്ളത്. ഓരോ സ്ഥലത്തും എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രോട്ടോക്കോൾ ഇന്ത്യൻ റെയിൽവേക്കുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റുമുണ്ട്, അതിൽ ഉദ്യോഗസ്ഥരുണ്ട്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് ഇന്ത്യൻ റെയിൽവേക്ക്, തിരുവനന്തപുരത്തുമുണ്ട്. അതിൻ്റെ പ്രവർത്തനം എത്രത്തോളമാണ് ഫലപ്രദമായി നടക്കുന്നത് എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കണം. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ, ആ ഫ്രെയിംവർക്കിനുള്ളിൽ നടക്കുന്നുണ്ടോ? 1. 2, ഈ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ കടമ കുറ്റമറ്റ നിലയിൽ നിർവഹിക്കുന്നുണ്ടോ? ഇതൊരാൾ വീണ് മരിക്കുന്നത് മാത്രമല്ലല്ലോ, മറിച്ച് ഒട്ടനവധി പകർച്ചവ്യാധികളുടെ സാധ്യത അല്ലെങ്കിൽ മറ്റൊട്ടനവധി കാര്യങ്ങളുണ്ടല്ലോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള. പ്രത്യേകിച്ചും കേരളം പോലൊരു സ്റ്റേറ്റ് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ സ്റ്റേറ്റാണ്. അപ്പോൾ അതിൽ ഒരുപാട് കൺസേൺ ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണല്ലോ തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലും ഇത് സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളുടെ ഒരു പരിശോധന, റിവ്യൂ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര മന്ത്രിയുടെ തന്നെ നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത് നടന്നുവെന്ന് ഉറപ്പാക്കാൻ കഴിയണം. ഇവിടെ റെയിൽവേ, ഞാൻ വേറൊരു തരത്തിൽ പറഞ്ഞു പോകുന്നില്ല, പക്ഷേ എങ്കിലും പറയാതെ പോകാനാകില്ല. ഞാനത് മന്ത്രിയോടും കത്തെഴുതിയപ്പോൾ സൂചിപ്പിച്ചിരുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവത്തിൽ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ പ്രസൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ഒടുവിലാണ് ഞാൻ കത്തെഴുതി, അതിനുശേഷം മാധ്യമങ്ങളുടെ നിരന്തരമായ വിമർശനങ്ങൾക്ക് ശേഷമാണ് ഒരല്പം ഉയർന്ന നിലവാരത്തിലുള്ളവർ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം വരാൻ തയ്യാറായത്. അതൊരിക്കലും മാതൃകാപരമായൊരു കാര്യമല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ കുറ്റം, ബാക്കിയൊക്കെ നമുക്ക് വീഴ്ചകളൊക്കെ പിന്നീട് പരിശോധിക്കാം. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നേരിട്ട് വന്ന് അവിടെ യഥാർത്ഥത്തിൽ ഒരു ഏകോപനത്തിൻ്റെ സാധ്യതയാണല്ലോ വരേണ്ടത്. ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭ അതിൽ വളരെ നിർണായകമായ, വളരെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ റോൾ നിർവഹിച്ചു. തലസ്ഥാനത്തെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പലതവണ ഉന്നതതല യോഗങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ ആൻ്റണി രാജു, മേയർ, ഇവരെല്ലാം അവിടെ ഫുൾ ടൈം, മേയർ ഈ പറയുന്ന മണിക്കൂറുകളിലുടനീളം ഫുൾ ടൈം അവിടെ തന്നെ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും. ഇതെല്ലാം ചെയ്യുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം DYFIയുടെ വോളണ്ടിയർമാരുടെ സാന്നിധ്യമാണ്. ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞത്, നാടാകെ ഇതിനു വേണ്ടി നിൽക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു സമീപനമാണ് ഉണ്ടായത്. ഇന്ത്യൻ റെയിൽവേ ജനങ്ങളുടേതാകണ്ടേ, കുറേ കൂടി ചേർന്ന് നിൽക്കണ്ടേ. ഈ ജനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഇന്ത്യൻ റെയിൽവേ ഒരു അസ്തിത്വം സ്വീകരിക്കാൻ നിൽക്കരുത്. ജനങ്ങളുടേതാണ് റെയിൽവേ എന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് സാധിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ. ഇന്ത്യയിലെ, ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും മനസ്സ് എവിടെയായിരുന്നു? ജോയിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു, പ്രതീക്ഷയായിരുന്നു. നിങ്ങളെല്ലാവരും, മാധ്യമപ്രവർത്തകരെല്ലാം ഉറക്കം വിളിച്ച് അവിടെ തന്നെയാണ് നിന്നത്, എല്ലാവരും. പക്ഷേ നിങ്ങളെല്ലാവരും നിൽക്കുന്നു, നമ്മളെല്ലാവരും നിൽക്കുന്നു, പക്ഷെ അവിടെ ഇന്ത്യൻ റെയിൽവേ ഇല്ല. അത് ശരിയല്ലല്ലോ. അപ്പോൾ റെയിൽവേ ജനങ്ങൾക്കൊപ്പം നിൽക്കണ്ടേ? റെയിൽവേ എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇറങ്ങി വരണ്ടേ? വാക്കബിൾ ഡിസ്റ്റൻസിലാണല്ലോ അതിൻ്റെ DRM എല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ പണ്ടേ ഉള്ളൊരു ആക്ഷേപമാണ്, അവർക്കെല്ലാം ഉള്ളൊരു ഫീലാണ്, ഒരു കൊളോണിയൽ ബോധം ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ്. അത് ശരിയല്ല. അവരുടെ മനസ്സിലൊരു കൊളോണിയൽ ബോധം നിൽക്കുകയാണ്. ആ കൊളോണിയൽ ബോധത്തിൻ്റെ പ്രേതബാധ വിട്ട് മാറണം, അതിൽ നിന്ന് ഇറങ്ങി വരണം. അത് വിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരണം. ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിന്ന് അത് നേതൃത്വം കൊടുക്കുകയും വേണം. ഇപ്പോൾ ഞാൻ അന്ന് രാത്രി അവിടെ സന്ദർശിക്കുമ്പോൾ മേയറും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ അധികൃതരും റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ ആളുകൾ, അവരുടെ എക്സ്പെർട്സും പറഞ്ഞൊരു കാര്യം, ഒരു സഹായം അഭ്യർത്ഥിച്ചത്,
ആ 2 ട്രാക്കിൽ നിന്ന് കുറേ നേരത്തേക്ക് റെയിൽ ഗതാഗതം ഒന്ന് നിർത്തിത്തരണം. കാരണമെങ്കിൽ നമുക്ക് മെഷീൻ ഉപയോഗിച്ച് മിഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതായിരുന്നു അവർ പറഞ്ഞൊരു അവരുടെ ഒരു ഇമ്മീഡിയറ്റ് റിക്വസ്റ്റ്. ഞാനപ്പോൾ തന്നെ പരമാവധി ഉയർന്ന ഉദ്യോഗസ്ഥരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആരെയും കിട്ടുന്നില്ല. ഒരു എം പി കിട്ടുന്നില്ല. കിട്ടിയ ഉദ്യോഗസ്ഥരോട് ഞാൻ വിളിപ്പിച്ച് വരുത്തി. അവിടെ അവർ വന്നു, ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, നമുക്കത് ഗൗരവമായിട്ട് ഇടപെടാം. ഞാൻ ചോദിച്ചു എന്ത് ക്രമീകരണമാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ രാത്രി പോകുന്ന അമൃത എക്സ്പ്രസിൻ്റെ മാത്രമൊരു പ്രശ്നമേ വരുന്നുള്ളൂ. അത് പക്ഷേ ഇവിടുന്ന് മാറ്റിയാൽ അത് മൊത്തത്തിൽ ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്തും, ആകെ താറുമാറാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ യാത്രക്കാരുടെയും കൺസേൺ ഒരു ട്രെയിനിനെ മാത്രമായിരിക്കില്ല ബാധിക്കുക, എൻ്റെ ട്രെയിൻ മെക്കാനിസത്തെ ബാധിക്കും. ശരി, പക്ഷേ അതിനുശേഷം വേറൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു പിന്നെ സംഭവിച്ചെന്താ? പിന്നെ സംഭവിച്ചത് രാത്രിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴായിട്ട് അവിടെ വരുന്നു. ഇനി അങ്ങനെ വരേണ്ടി വരുന്നുവെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരോടും മേയറോടും എല്ലാം തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതും ഒരു പ്രശ്നമാണല്ലോ, അതൊരു ഇഷ്യൂ ആണല്ലോ. കാരണം ഈ ട്രാക്ക് ഉപയോഗിക്കാതിരുന്നാൽ റെയിൽ ഗതാഗതത്തെ ആകെ താറുമാറാക്കും, ആകെ തടസ്സപ്പെടുത്തും എന്ന നിലയുണ്ടെങ്കിൽ അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? എല്ലാം മനുഷ്യരല്ലേ. ഇപ്പോൾ ഫയർഫോഴ്സിൽ കുറേ പേര് ജോലി ചെയ്യുന്നു, അതുപോലെയല്ലേ കുറേ പേര് ജോലിയിട്ട് റെയിൽവേയിലിരിക്കുന്നത്. അവർക്ക് ഫയർഫോഴ്സിൽ ജോലി കിട്ടിയില്ല, അവർക്ക് റെയിൽവേയിൽ ജോലി കിട്ടി. അവർ ഉദ്യോഗസ്ഥരല്ലേ, രണ്ടുപേരും ചെയ്യുന്ന ജോലിയല്ലേ. നഗരസഭയിലെ ക്ലീനിങ് സ്റ്റാഫ് അവിടെ രാത്രിയും പകലും ഇല്ലാതെ ഉണ്ടായിരുന്നു, അവരും മനുഷ്യരല്ലേ. അപ്പോൾ അവരെല്ലാവരും അവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ട്രെയിനിങ് വരികയാണ്. അത് ശരിയല്ലല്ലോ. വന്നിട്ട് പറയണ്ടേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ എന്നോട് തന്നെ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. കാരണം മാറ്റിയാൽ ഒരു ട്രാക്കിൽ വരുത്ത മാറ്റം മൊത്തത്തിലുള്ള ട്രെയിൻ ഗതാഗതത്തിൻ്റെ താളം തെറ്റിക്കും എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് ഇഷ്യൂ ആണ്, അതൊരു വേറൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ഒരു ഇഷ്യൂവിനെ പരിഹരിക്കാൻ വേറൊരു ഇഷ്യൂ സൃഷ്ടിക്കലല്ലോ, ഒരു വയാ മീഡിയ ഉണ്ടാവണം. മനസ്സിലായി, നിങ്ങളത് ചെയ്യും, ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് റോബോട്ടിക് എക്സ്പെർട്സ് പറഞ്ഞു. അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പോയി. ഇതുപോലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ലാക്ക് അല്ലെങ്കിൽ ഒരു ഏകോപനത്തിൻ്റെ പ്രശ്നം ഇത് വളരെ ഗുരുതരമായിട്ടുണ്ടായി. ഇത് പറഞ്ഞത് ഉണ്ടായ സംഭവത്തിലെ ബ്ലെയിം ചെയ്യലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. റെയിൽവേ ജനങ്ങളുടേതാണ്. റെയിൽവേ കൂടുതൽ ജനകീയമാകാൻ ശ്രമിക്കണം. അതിന് എല്ലാ അർത്ഥത്തിലും അത് ഉണ്ടാകാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽവേയുടെ ആറ്റിറ്റ്യൂഡിൽ, സമീപനത്തിൽ ഗൗരവമായ മാറ്റം വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്.